കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ യുഎസിനും ഇസ്രായേലിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട ഇറാൻ. ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടന്ന സൈനിക ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണെന്ന് ആരോപിച്ച് ഇരു രാജ്യങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രാഥമിക ആക്രമണത്തിന് താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച സമ്മതിച്ച സാഹചര്യത്തിൽ യുഎസിന് ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. ബുധനാഴ്ച യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസിനും യുഎൻ സുരക്ഷാ കൗൺസിലിനും അയച്ച കത്തിൽ ഇറാന് നേരെയുള്ള ആക്രമണത്തിന്റെ നടപടികളെന്ന് വിശേഷിപ്പിച്ച സംഭവത്തിന് വാഷിംഗ്ടണിനും ടെൽ അവീവിനുമെതിരെ ഉചിതമായ നടപടികൾ ഏർപ്പെടുത്തണമെന്ന് അറാക്ചി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരം, പുനഃസ്ഥാപിക്കൽ, നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയിലൂടെ ഇരു രാജ്യങ്ങളെയും ഉത്തരവാദികളാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രായേൽ ഭരണകൂടവും ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനും പുനഃസ്ഥാപിക്കലിനും ബാധ്യസ്ഥരാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ആക്രമണങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ തന്റെ പങ്കിനെക്കുറിച്ച് ട്രംപ് പരസ്യമായി സമ്മതിച്ചത് യുഎസ് പങ്കാളിത്തത്തിന് നിഷേധിക്കാനാവാത്ത തെളിവാണ് നൽകുന്നതെന്നും ഇറാനിയൻ മന്ത്രി പറഞ്ഞു. ജൂൺ 13 ആക്രമണങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപിനും മറ്റ് യുഎസ് ഉദ്യോഗസ്ഥർക്കും ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ടെന്നും വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ യുഎന്നിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. യുഎന്നിലെ യുഎസ് മിഷനോ ഗുട്ടറൻസിന്റെ ഓഫീസുകളോ അഭിപ്രായങ്ങൾക്കായി ഉടനടി പ്രതികരിച്ചില്ല. നവംബർ 6 ട്രംപ് തന്റെ പങ്ക് സമ്മതിച്ചത്. ഇസ്രായേലിന്റെ ഇറാന് നേരെയുള്ള ആദ്യ ആക്രമണത്തിന് താൻ വളരെയധികം ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള 12 ദിവസത്തെ വ്യോമാക്രമണത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന ഓപ്പറേഷനിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നതിന് തെളിവായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വ്യാപകമായി ഉദ്ധരിക്കപ്പെട്ടു. ഇറാൻ റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 900-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. യുഎസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുക മാത്രമല്ല അതിന്റെ സൈനിക നടപടികൾക്ക് നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുവെന്ന ഇറാന്റെ വാദത്തെ ട്രംപിന്റെ പ്രസ്താവന ശക്തിപ്പെടുത്തിയതായി അറാക്ചി പറഞ്ഞു. യുദ്ധക്കുറ്റങ്ങൾ ആജ്ഞാപിക്കുന്നതിലോ ഉത്തരവിടുന്നതിലോ ചെയ്യുന്നതിലോ സഹായിക്കുന്നതിലോ മറ്റേതെങ്കിലും വിധത്തിൽ സഹായം നൽകുന്നതിലോ ഏർപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ ഭരണകൂടത്തിനുള്ളിലെ വ്യക്തികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും വ്യക്തിഗത ക്രിമിനൽ ഉത്തരവാദിത്തത്തെ ഇത് ഹനിക്കില്ല എന്നും അറാക്ചി യുഎന്നിനുള്ള കത്തിൽ എഴുതി. അമേരിക്കയിലെയും ഇറാനിലെയും ഉദ്യോഗസ്ഥർ അടുത്തിടെ ചർച്ചകൾക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടും യുഎന്നിനോടുള്ള ഇറാന്റെ പുതിയ അപ്പീൽ വന്നിരിക്കുന്നത്. അമേരിക്കയുമായി സമാധാനപരമായ ആണവ കരാറിലെത്താൻ ഇറാന് ഇപ്പോഴും താൽപര്യമുണ്ടെന്ന് അറാക്ചിയുടെ ഡെപ്യൂട്ടി ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു. ടെഹ്റാൻ തയ്യാറാകുമ്പോൾ ചർച്ചകൾക്ക് വാഷിംഗ്ടൺ തയ്യാറാണെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും കൈകൾ തുറന്നതാണ് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ പ്രസ്താവനകൾ ഉണ്ടായിരുന്നിട്ടും മാസങ്ങളോളം നീണ്ടുനിന്ന സൈനിക ഏറ്റുമുട്ടലുകൾക്കും പരസ്പര ആരോപണങ്ങൾക്കും ശേഷം ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ തോതിലുള്ള സംഘർഷം നിലനിൽക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ നടത്തിയ നിയമവിരുദ്ധമായ യുദ്ധ നടപടിക്ക് യുഎൻ നിർണായകമായി പ്രതികരിക്കണമെന്ന് ടെഹ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.